ഡി നിനക്കെന്താ വട്ടുണ്ടോ എത്ര സഹിച്ചു നിൽക്കാൻ? നീ ആയതുകൊണ്ട് എടി ഒരു റിലേഷൻഷിപ്പ് ആയ അറ്റ്ലീസ്റ്റ് സമാധാനമെങ്കിലും വേണം. ഇടി നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്കവനെ ഒഴിവാക്കാൻ പറ്റുന്നില്ലടി. സത്യം പറഞ്ഞാൽ എനിക്കവനെ പേടിയാ. ചില സമയത്ത് എങ്ങനെയാവും പ്രതികരിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, പൊന്നു മോളെ നീ ഭാവിയിൽ ഒരുപാട് ദുഃഖിക്കും. നീ എന്താന്ന് വെച്ചാ ചെയ്. ശരി. നീ കൊറേ നേരമായി വന്നിട്ട്. നീ ഇവിടെ പോയി ചത്തിടക്കിടുന്നു. എനിക്ക് എത്ര നേരം കൊണ്ട് ഇവിടെ നിൽക്കണം അറിയാമോ? ഞാനിങ്ങനെ ചൂടാവുന്നേ. സമാധാനം സംസാരിക്കാൻ നിനക്കറിയില്ലേ? ഓ, ഇത്ര നേരം ഇവിടെ നിന്ന് പോസ്റ്റ് അയക്കുന്നതും പോരാ, ഇനി നിന്റെ അടുത്ത് സമാധാനത്തിനോട് സംസാരിക്കണമല്ലേ? എനിക്ക് സൗകര്യമില്ല. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ എൻ്റെ പെർമിഷൻ അത് ഒരിടത്തും പോകില്ലെന്ന്. അതോ പോണെങ്കിൽ എന്നെ വിളിച്ചോളൂ. നിനക്ക് നീ എന്തിനാ ഒറ്റയ്ക്ക് പോണത്? പിന്നെ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് ഒറ്റയ്ക്കായാലും പോയല്ലേ പറ്റൂ. ആ സമയത്ത് ഞാൻ നിന്നെ വിളിച്ചതാ, നീ എടുത്തില്ല. നീ ഇപ്പം എന്തിനാ വിളിച്ചത്? കാര്യം പറ. അത് വിനു, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ പേടിയാണ്. ഇനിയെങ്കിലും നീ നിന്റെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എൻ്റെ സ്വഭാവം ശരിയല്ല. എൻ്റെ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞാനാണ്. ദാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞ നിന്റെ സ്വഭാവം ശരിയല്ലാന്ന്. ഇത് ഈ പെട്ടെന്നുള്ള ദേഷ്യവും ഈ ടോക്സിറ്റിയും എന്നെ കൊണ്ട് പറ്റുന്നില്ല വിനു. ഓ, വേറെ ആണെങ്കിൽ കിട്ടിക്കാണ്, അതുകൊണ്ടായിരിക്കും ഇപ്പം നമ്മൾ വേണ്ടാത്തത്. അതാടാ, അതുകൊണ്ട് തന്നെ. ശരി. മോളെ, നിന്റെ അടുത്ത് ഒരു കാര്യം മാത്രമേ ഞാൻ പറയാനുള്ളൂ. മോളെ, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിന്റെ കൂടെ അമ്മ കാണും. നീ പോയി അവനെ കണ്ടിട്ട് വാ. ഇത്രയും നാളെ ഞാൻ മിണ്ടായിരുന്നതേ ഞാൻ ഊമയായതുകൊണ്ടല്ല, ഇതിന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഇപ്പോ ഞാൻ അത് തിരുത്തി. പോട്ടെ, വേദനിച്ചോ? ശരി. സൗമ്യ, ഒരു മിനിറ്റ്. അതെ, ഇപ്പം ഇവിടെ നടന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ദയവ് ചെയ്ത് നീ വെളിയിലായിരുന്നു പറയണ്ട പ്ലീസ്. വേണ്ടായിരുന്നു.